നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എന്തായാലും നായർ സർവീസ് സൊസൈറ്റിയുടെ തലവനായ ജി സുകുമാരൻ നായർക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ പല വിഷയങ്ങളിൽ പല കോണുകളിൽ ബന്ധു നിയമനമടക്കം ഉയർന്നു വന്നെങ്കിലും അദ്ദേഹം അതിൽ നിന്നൊക്കെ സമർത്ഥമായി രക്ഷപ്പെട്ടത് ഒരൊറ്റ വിഷയത്തിൽ പിടിച്ചാണ്. കെ ബി ഗണേഷ് കുമാർ എന്ന പത്തനാപുരം താലൂക്കിൽ ക്രമക്കേട് കാട്ടി എന്നാരോപിക്കപ്പെട്ട മുൻ മന്ത്രി ആർ ബാലകൃഷ്ണപിള്ളയുടെ മകൻ സംസ്ഥാന മന്ത്രിയായിരുന്ന പത്തനാപുരം MLA ആയിരുന്ന അവിടെ ഇത്തവണ തോറ്റ് പരാജയപ്പെട്ട കെ ബി ഗണേഷ് കുമാറിനെ NSSൻ്റെ ഡയറക്ട് ബോർഡിൽ നിന്നും പുറത്താക്കിയതോടെ എനിക്ക് തോന്നുന്നു സുകുമാരൻ നായരുടെ ശുക്രദശയും തുടങ്ങി. കാരണം സുകുമാരൻ നായരെ വിമർശിച്ചുകൊണ്ടിരുന്നവരൊക്കെ അദ്ദേഹത്തെ ഇപ്പോൾ പിന്താങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ. എന്തായാലും സുകുമാരൻ നായർ തുടക്കത്തിൽ കടുത്ത നിലപാടാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ UDFനെതിരെ ഒക്കെ എടുത്തിരുന്നത്. അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും LDFൻ്റെ CPMൻ്റെ ഒരു സഹയാത്രികനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്ത് വട്ടപൂജ്യത്തിന് തോറ്റതെന്ന് CPMന് മറ്റാർക്കും അറിയില്ലെങ്കിൽ CPMന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. ഇപ്പോഴും സുകുമാരൻ നായർ LDFനൊപ്പം തന്നെയാണ്. പക്ഷേ UDFലെ ചില പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ ഒരു വിഷയത്തിൽ സുകുമാരൻ നായർക്കെതിരെ കെ ബി ഗണേഷ് കുമാർ ഉയർത്തുന്ന ഓരോരോ ആരോപണങ്ങൾക്കുമെതിരെ രൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ തന്നെ സുകുമാരൻ നായർക്ക് കടുത്ത പിന്തുണയുമാണ് UDFലെ പ്രമുഖ നേതാക്കൾ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. നമുക്കറിയാം, ഒരു സമയത്ത് വി ഡി സതീശൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ സുകുമാരൻ നായർ കടുത്ത ഭാഷയിൽ നിരങ്ങി എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചപ്പോൾ അതിനെതിരെ ശക്തമായി അപലപിച്ച് രംഗത്ത് വന്നത് നമ്മുടെ അന്നത്തെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ഇന്ന് സ്പീക്കറാണ്. അദ്ദേഹം ഇന്ന് സുകുമാരൻ നായർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നത് ഒരു വലിയൊരു സാമുദായിക രാഷ്ട്രീയ മാറ്റത്തിൻ്റെ ഒരു തുടക്കമായിട്ട് വേണം കരുതാൻ. എന്തായാലും ഹരീഷ്ണ നമസ്കാരം. ഇത്തരമൊരു കടുത്ത വാക്കുപയോഗിച്ചാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചില വ്യക്തികളെയൊക്കെ NSS പുറത്താക്കിയ ചില വ്യക്തികളെയൊക്കെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അല്ലേ? എന്തൊക്കെയാണ് ആ വാക്കുകൾ, എന്താണ് അതിലേക്ക് നയിച്ചത്? ഒറ്റ വാക്കാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ രേഖപ്പെടുത്തിയത്. ചില ഛിദ്രശക്തികളെ അദ്ദേഹം പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹം സ്വജനപക്ഷവാദിയോ അല്ലെങ്കിൽ തനിക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ആളോ ഒന്നുമല്ല. അദ്ദേഹം തികഞ്ഞ മതേതരവാദിയാണ്. അതിനുശേഷം അദ്ദേഹം പുകഴ്ത്തേണ്ടതെല്ലാം പുകഴ്ത്തിയതിനു ശേഷം അദ്ദേഹം ചെയ്ത ഒരേ ഒരു തെറ്റ്, അതായത് സുകുമാരൻ നായർ ചെയ്ത ഒരേ ഒരു തെറ്റ് ചില ഛിദ്രശക്തികളെ പുറത്താക്കി എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ഛിദ്രശക്തികൾ ആരാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഗണേഷ് കുമാറിനെയും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ താലൂക്ക് യൂണിയനെയും അദ്ദേഹം ഉൾപ്പെടുത്തുന്ന കൊട്ടാരക്കര പത്തനാപുരം ഭരണസമിതി താലൂക്ക് യൂണിയനെയുമാണ് പുറത്താക്കിയത്. അപ്പോൾ ആ പുറത്താക്കിയ ചില ഛിദ്രശക്തികളെ പുറത്താക്കുന്നു എന്ന് പറയുമ്പോൾ അവർ NSSനെ ദ്രോഹം ചെയ്യുന്നു, NSSനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഗൂഢാലോചനകൾ ചെയ്യുന്നു, തലപ്പത്തെത്തുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ NSSൻ്റെ തലപ്പത്തെത്തുവാനും അതുവഴി NSSനെ നിയന്ത്രിക്കുവാനും വേണ്ടിയിട്ടുള്ള ചില അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ, രാഷ്ട്രീയമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സുകുമാരൻ നായരെ കുറിച്ച് നമുക്ക് വലിയ അഭിപ്രായം ഒന്നും ഇല്ല. അദ്ദേഹം എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ പ്രവർത്തിച്ചതെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എതിർക്കുന്ന ഒരാൾ തന്നെയാണ് ഈ കെ ബി ഗണേഷ് കുമാർ. അദ്ദേഹം വളരെ മോശമായ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മന്ത്രിയായിരിക്കുന്ന സമയങ്ങളിൽ ചില നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. UDF സർക്കാരിൽ അന്നത്തെ UDF സർക്കാരിൽ മന്ത്രിയായിരുന്നപ്പോൾ ചെയ്ത ആ കാര്യങ്ങളൊന്നും അദ്ദേഹം ഇക്കുറി ചെയ്തില്ല. വിഷമമുണ്ട്. അത്ര പെർഫോമൻസിലേക്ക് എത്താൻ ഗണേഷ് കുമാറിന് കഴിഞ്ഞില്ല. പക്ഷേ UDFൻ്റെ സമയത്ത് അദ്ദേഹം വളരെ കാര്യക്ഷമമായിട്ട് ഈ KSRTCയുടെ കാര്യത്തിലൊക്കെ ഇടപെടുകയും KSRTCയെ ലാഭത്തിലെത്തിക്കുവാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ അതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, ഭാര്യയെ ദ്രോഹിക്കുന്നത്, ഈ തല്ലുന്നതുമാതിരി 2 ഭാര്യമാരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ. പിന്നീട് സരിതയുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസൊക്കെ നമുക്ക് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല
കാര്യങ്ങളിലും ഉമ്മൻചാണ്ടിക്ക് നേരെ നടത്തിയ ആരോപണങ്ങളുടെ കാര്യത്തിലായാലും ഒക്കെ സുരേഷ് ഗോപിക്ക് നേരെ നടത്തിയ ആരോപണങ്ങൾ വളരെ മോശമായിട്ട് ഒരു പൊതുസമൂഹത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരേഷ് ഗോപിയൊക്കെ നേരിടുന്ന സമയത്തിലൊക്കെ ഗണേഷ് കുമാർ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങളൊന്നും ആരും മറന്നുപോയിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസിൽ കൂടി നമ്മൾ വിലയിരുത്തി പോരുമ്പോൾ അതിനപ്പുറം ഇതിൻ്റെ അഴിമതി കഥകളുടെ പിന്നാമ്പുറങ്ങളും ഇതിനോടൊപ്പം തന്നെ വരുന്നുമുണ്ട്. അത് നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയില്ല. ചില ബസ്സുകൾ വാങ്ങുന്ന കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളും വളരെ ശക്തമായ ആരോപണങ്ങൾ ഗണേഷ് കുമാറിന് നേരെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നേരെയും ഉണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തോടൊപ്പം നടന്ന ശരണ്യ മനോജ് പോലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ ശക്തമായ ആരോപണങ്ങൾ നിലനിൽക്കുന്നു. ഇങ്ങനെ ഉള്ള ഗണേഷ് കുമാർ എന്ന ഛിദ്രശക്തി അദ്ദേഹത്തിൻ്റെ താലൂക്ക് യൂണിയനെയും പിരിച്ചുവിട്ടത് മാത്രമാണ് സുകുമാരൻ നായർ ചെയ്ത തെറ്റ് എന്നാണ് ഇപ്പോൾ തിരുവഞ്ചൂർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഈ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സുകുമാരൻ നായർ അപ്പം മറ്റ് ഉന്നയിക്കുന്ന ആരോപണങ്ങളിലൊക്കെ അദ്ദേഹം കുറ്റവിമുക്തനാണ്. അദ്ദേഹം ചെയ്ത തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് എന്ന് പറയാമെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരേ കാര്യം ഗണേശനെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്ത് നിന്ന് മാറ്റുകയും പത്തനാപുരം താലൂക്ക് യൂണിയൻ പിരിച്ചുവിടുകയും ചെയ്തെന്നുള്ളതാണ് അല്ലേ. പത്തനാപുരം താലൂക്ക് യൂണിയനിൽ പത്മ കഫേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതി ആരോപണമാണ് CPM-ഓ ഇടതുപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസ്സോ ഒന്നുമല്ല ഉന്നയിച്ചിരിക്കുന്നത്. NSS അവരുടേതാണ് ഈ പത്മ കഫേ. അവിടെ പത്തനാപുരം യൂണിയനിൽ പത്മ കഫേ നിർമ്മിക്കുന്ന ആയിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞു. അപ്പോൾ കോടികളുടെ വെട്ടിപ്പ് നടത്തി എന്നാണ് ആരോപണം. അതിൻ്റെ പേരിലാണ് ഇത് പുറത്താക്കിയിരിക്കുന്നത്. പക്ഷേ ഗണേശൻ പല വേദികളിലും ഇപ്പോൾ സുകുമാരൻ നായരെ ഒരാൾ അദ്ദേഹത്തെ കാണാൻ ചെന്നാൽ അദ്ദേഹം എങ്ങനെയാണ് പ്രതികരിക്കുന്നതൊക്കെ പല വീഡിയോയിൽ നമ്മൾ കാണുന്നുണ്ട്. കളിയാക്കുന്നതും പല വേദികളിലായിട്ട് സുകുമാരൻ നായരെ ആക്ഷേപിക്കുകയാണ്. ഗണേശൻ ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ രാഷ്ട്രീയക്കാരെ അല്ലെങ്കിൽ UDF-കാരെ വിമർശിക്കാൻ വയ്യ. ഇനി എങ്ങാനും CPM LDF നിന്ന് പുറത്താക്കിയാലോ അങ്ങോട്ട് വേണം പോകാൻ. മറ്റാരും BJP വിമർശിക്കുന്നില്ല. പക്ഷേ വിമർശനം മൊത്തം സുകുമാരൻ നായർക്കിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകും ഇതൊരു പേഴ്സണൽ അറ്റാക്കാണെന്നുള്ളത്. തീർച്ചയായും ഇത് വളരെ വ്യക്തിപരമായിട്ടുള്ളൊരു ആക്രമണമാണ്. അല്ലെങ്കിൽ ഗണേഷ് കുമാറിന് ഈ സുകുമാരൻ നായർ നല്ല ഒരു രാഷ്ട്രീയ നേതാവിനെയും അവമാനിക്കാനുള്ള ഒരു ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു ആളാണ് ഈ KV ഗണേഷ് കുമാർ. അദ്ദേഹത്തിന് വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതയുടെ കാര്യം എടുത്താലും പൊതുസമൂഹത്തിലേക്ക് നമുക്ക് ഇദ്ദേഹത്തിനൊരു ഈ ചില കായൽ പരിസരത്ത് എന്തോ ഒരു ടാങ്കല്ല അണ്ടർഗ്രൗണ്ട് ഒരു കനാൽ അണ്ടർഗ്രൗണ്ടിൽ ഇദ്ദേഹത്തിന് അണ്ടർഗ്രൗണ്ടിലെ ഈ കായലിന് നടുക്ക് വേറൊരു രീതിയിലുള്ളൊരു ഹോട്ടൽ പോലുള്ളൊരു റിസോർട്ട് പോലുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. കായലിൻ്റെ അടിയിലൊരു ബോട്ട് നിർത്തിയിട്ട് അതിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ മറ്റ് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചില ഒഴിവുകാല സമ്മേളനങ്ങളും ഒക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്ന് അതവിടെ എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു ആരോപണം ചില ഭാഗത്തു നിന്ന് കേൾക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയൊന്നുമില്ല. ഇങ്ങനെയൊരു സംഭവമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലും ഗണേഷ് കുമാർ നടത്തിയ ചെയ്തികൾ, പല പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ ഇതെല്ലാം തന്നെ ഓഡിറ്റിങ്ങിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായ സ്പീക്കറാണ്. അദ്ദേഹത്തിന് വളരെ കൃത്യമായി ഇവരെക്കുറിച്ചൊക്കെയുള്ള നല്ല ധാരണയുണ്ട്. എങ്ങനെയാണ് ഗണേഷ് കുമാർ അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ പത്മ കഫേയുമായി ബന്ധപ്പെട്ടും ഈ കേരള പൊതുസമൂഹത്തിനകത്ത് അദ്ദേഹം ഇരുന്ന സമയത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇരുന്ന സമയത്തൊക്കെയുള്ള അഴിമതി, ഒരേ ഒരു മന്ത്രി മാത്രമാണ് ഈ അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ടത്. ഇടമലയാർ കേസിൽ ബാലകൃഷ്ണപിള്ളയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായൊരു ധാരണ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്. ആ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അത്തരമൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെ തിരുവഞ്ചൂരിനെ അങ്ങനെ കയറി കൊത്താനോ കളിക്കാനോ ചൊറിയാനോ ഒന്നും ഇവർക്ക് സാധ്യമല്ല. കാരണം വളരെ പക്ക ഫാക്റ്റ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം നേരിടുന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയിലൊക്കെ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് സമീപനങ്ങൾ നടത്തിയത്. വളരെ കൃത്യമായി വളരെ ക്രെഡിബിളായിട്ടുള്ള ഒരാളാണ്. പിന്നെ സുകുമാരൻ നായരെ അത്യധികം അത്ര കണ്ട് വിമർശിക്കാത്തത് ഈ പെരുന്നയും അല്ലെങ്കിൽ പെരുന്ന ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയിലെങ്കിലും NSSൻ്റെ വോട്ടിന് അധികമായിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന്. പിന്നെ ഒരു അഫെക്ഷനുണ്ട് ഈ പഴയ കോൺഗ്രസ്സുകാർക്ക് NSSുമായിട്ട്. NSSും ഒരു പ്രോ കോൺഗ്രസ്
അപ്രോച്ചായിരുന്നു കാലങ്ങൾ കൊണ്ട് സ്വീകരിച്ചിരുന്നത്. അപ്പോൾ സമദൂരമൊക്കെ പറയുമെങ്കിലും NSSന് ഒരു പ്രോ കോൺഗ്രസ് അപ്രോച്ചാണ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കാര്യം എടുത്താലും ഇവരുടെ ആരുടെ കാര്യം എടുത്താലും VD സതീശനോടൊരു തെറ്റിപ്പിരിയൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും എല്ലാ സമയത്തും ഒരു പ്രോ കോൺഗ്രസ് അപ്രോച്ചാണ്. അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ വെറുപ്പിക്കേണ്ട. പിന്നെ CPM വന്ന സമയത്ത് പിണറായി വിജയൻ്റെ അവസാനത്തെ ടേമുകളിലേക്ക് എടുക്കുന്ന സമയത്ത് അദ്ദേഹം കുറച്ച് CPMന് അനുകൂലമായിട്ട് നിന്നു. കാരണം വ്യക്തിപരമായ എന്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ് അതിൻ്റെ പിന്നിലൊരു സംശയങ്ങൾ പലരും ഉന്നയിക്കുന്നത്. അത് ഇനി കൂടുതലായിട്ട് തെളിയിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഏകദേശം അത് ഉറപ്പാണ് എന്ന മട്ടിലാണ് നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ രീതിയിൽ കോട്ടയം രാഷ്ട്രീയത്തിനകത്ത് NSS ഒരു ഫാക്ടറായി നിലനിൽക്കുന്നുണ്ട് തന്നെ. അദ്ദേഹം കാര്യമായ രീതിയിൽ NSSനെ കുറ്റം പറയാതെ ഒന്ന് തലോടി പോവുകയാണ്. പക്ഷേ KB ഗണേഷ് കുമാറിനെ കുറിച്ച് പറഞ്ഞ കാര്യം വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയുമാണ്. കാരണം NSS KB ഗണേഷ് കുമാർ കൈവിട്ടു എന്ന് മനസ്സിലാക്കി ഗണേഷ് കുമാർ ഇല്ലാതായും ആ മണ്ഡലത്തിൽ തന്നെ ഇല്ലാതായി എന്നൊരു ശ്രുതി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഗണേശൻ ശരിക്കും നോക്കിയാൽ KB ഗണേഷ് കുമാർ കൊട്ടാരക്കര മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അവിടെ KN ബാലഗോപാൽ മത്സരിച്ചപ്പോൾ പിന്നെ KB ഗണേഷ് കുമാറിന് കഴിഞ്ഞ വേറെ വഴിയൊന്നുമില്ല. ഗണേഷ് കുമാറിന് അറിയാമായിരുന്നു പത്തനാപുരം ഇത്തിരി കടുപ്പമാണെന്നുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ കോൺഗ്രസിൽ നിന്നുള്ള എത്ര മുതിർന്ന നേതാക്കളാണ് ഇനി ഗണേഷ് കുമാറിനെ തള്ളിയും സുകുമാരൻ നായരെ പിന്തുണച്ചുമൊക്കെ രംഗത്ത് വരുന്നത്. കാരണം ഇത് ഒരു നല്ലൊരു സൈനാണ്. ഗണേഷ് കുമാറിനെ UDFിലേക്ക് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് ഗണേഷ് കുമാറിൻ്റെ പാർട്ടിയെ കൈപിടിച്ച് ആനയിക്കില്ല എന്നതിൻ്റെ ഒരു ആദ്യത്തെ ഒരു സൂചനയാണ് ഇപ്പോൾ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. അതെ, ഇനി ഇയാളെ വേണ്ട. അതെ.